ഇന്ന് ജേണൽ ചെയ്യാൻ ഡയറി ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണേ. ബൈൻഡ് കട്ട് ചെയ്യുന്നത് ഇത്തിരി പാടുള്ളൊരു പ്രോസസ്സാണല്ലേ. സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഏത് അളവിലാണ് നമുക്ക് നമ്മുടെ ഡയറി ആവശ്യം ആ അളവിന് 3 കട്ട് ചെയ്തെടുക്കുക. ഒരു A4 സൈസ് പേപ്പർ എടുത്ത് പശ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ബൈൻഡാക്കി സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാനുള്ള കാരണം A4 സൈസ് പേപ്പറിനകത്ത് ഇത് 3 ഒരുമിച്ച് നിൽക്കില്ല. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ചെയ്ത് നമുക്കിതിനെ 3 യോജിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ 3 ചേർത്ത് ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബുക്ക് ബൈൻഡ് ചെയ്യുന്നത് പോലെ ബൈൻഡ് ചെയ്തെടുക്കാം. ബൈൻഡ് കാണുന്നതിൻ്റെ വൃത്തികേട് മാറ്റാനായിട്ട് ഒരു A4 സൈസ് എടുത്ത് നടുക്ക് നമ്മൾ ഒന്ന് അളവെടുത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ചാക്കി നമുക്ക് 2 സൈഡിലെ അളവ് കിട്ടും. ആ അളവ് വെച്ചിട്ട് നമുക്ക് നടുക്കൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റില്ല. ആ ഒരു സെയിം പോർഷൻ A4 സൈസിലും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി 2 പോർഷൻ 2 സൈഡിലുമായിട്ട് ഒട്ടിക്കാം. ഈ മാറ്റി വെച്ചിരിക്കുന്ന പോർഷൻ കളയരുത് കേട്ടോ. അത് നമുക്ക് പിന്നീട് ആവശ്യമുള്ള ഒന്നാണ്. ശേഷം നമുക്ക് A4 സൈസ് പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കി നമ്മുടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയറിയുടെ അളവിന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നടുക്കത്തെ പോർഷനിൽ അതിൽ കുറച്ച് പശ തേച്ച് ഇത് ചേർത്ത് ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കറക്റ്റായി അറേഞ്ച് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക. ഇനി ആ നടുക്കത്തെ പോർഷനിൽ പശ തേച്ച് നമ്മൾ ചെയ്ത് വെച്ച പേപ്പർ ബുക്കിനെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്ത ബൈൻഡിൻ്റെ നടുക്കത്തെ പോർഷൻ കുറച്ച് വിത്ത് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ പേപ്പറും ബാക്കിലത്തെ പേപ്പറും ഞാൻ ബൈൻഡിനോട് കൂടി ചേർത്ത് ഒട്ടിക്കുന്നുണ്ട്. അതവിടെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്. ഇനി കളറിങ് പരിപാടി. ഞാൻ ഇവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്ത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീനാണ് കൊടുത്തത്. സംഭവത്തിൽ ഗ്രീനായിട്ട് കാണുന്നില്ല, ഞാൻ ഗ്രീനാണ് കൊടുത്തത്. ശേഷം എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ ഞാൻ വൈറ്റ് കളറിലൊരു ക്ലൗഡിൻ്റെ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ജേണൽ ഡയറിയിൽ ഒരു ജേണൽ ചെയ്യാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഡയറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.